ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ VIK ഓഫ് ഡയാക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡയാക്ക് എന്ന് പറയുന്ന സാധനമാണ് ഈ കാണുന്നത്. ഇത് വളരെ ചെറിയൊരു സാധനമാണ്, DB3 എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ ഇതിൻ്റെ അക്രോസുള്ള വോൾട്ടേജും ഇതിൽ കൂടെ പോകുന്ന കറണ്ടുമാണ് മെഷർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡയാക്ക് നമ്മൾ ഇവിടെയാണ് വയ്ക്കുന്നത്, ഈ സ്ഥലത്ത് ഇവിടെ വയ്ക്കും. അതിനുശേഷം അതിനെ ക്രോസ് ആയിട്ട് ഇവിടെ ഒരു മൾട്ടിമീറ്റർ കൊടുക്കും. ഇവിടെ ഒരു മില്ലി ആംപിയറിൻ്റെ വയ്ക്കും. ഒരു പവർ സപ്ലൈ എന്ന റെസിസ്റ്റർ ഇങ്ങനെ വയ്ക്കും. റെസിസ്റ്റർ വെച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കേടായി പോകുക, എന്തെങ്കിലും സർക്യൂട്ട് ചെയ്യുന്നത് തെറ്റിക്കഴിഞ്ഞാൽ ഓവർ കറണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റെസിസ്റ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ക്രോസുള്ള വോൾട്ടേജും ഈ കറണ്ടും തമ്മിലുള്ള ക്യാരിയാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു വോൾട്ടേജ് ഡിസ്പ്ലേയിൽ കിട്ടും. അതായത് നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഈ മൾട്ടിമീറ്റർ രണ്ട് മൾട്ടിമീറ്ററാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഈ വെളുത്ത കളറിൽ നമ്മൾ വോൾട്ട് മീറ്ററായിട്ടും കറുത്ത കളറിലുള്ള തന്നെ നമ്മൾ അമ്മീറ്ററായിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെടുത്തിട്ട് വോൾട്ടേജിലിടണം. ഇതിൻ്റെ വോൾട്ടേജ് DC വോൾട്ടേജിലിടാം. നമുക്ക് ഇത് മെഷർ ചെയ്യേണ്ടി വരുന്നത് 230 വോൾട്ടേജ് വരെ ഏകദേശം വേണ്ടിയിട്ട്. അപ്പോൾ 200 200 അതുപോലെ കറണ്ട് മില്ലി ആംപിയർ, നമുക്കൊരു മില്ലി ആംപിയർ മതി എന്നുണ്ടെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് നമ്മളൊരു 20 മില്ലി ആംപിയർ DC അതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കണം, ഈ കറുത്ത കളറാണ് അമ്മീറ്റർ, ഇത് വോൾട്ട് മീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ചെയ്ത് കഴിയുമ്പോൾ. അത് നമ്മളിങ്ങനെ ഇതിൻ്റെ വോൾട്ടേജ് നമ്മളിങ്ങനെ കൂട്ടി കൊണ്ടുവരും. ഇതിൻ്റെ വോൾട്ടേജ് കൂട്ടി ഇങ്ങനെ ഒരു 30 വോൾട്ടേജ് വരെ ഇങ്ങനെ പതിയെ ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ നമുക്കിവിടെ ഇതിൽ കൂടെ കിട്ടുന്ന ഈ മില്ലി ആംപിയറിൽ കൂടെ കിട്ടുന്ന കറണ്ടും കൂടി ഇവിടെ പ്ലോട്ട് ചെയ്യും. അപ്പോൾ ഒരു പോയിന്റിൽ 28 വോൾട്ടേജിന് കൂടി കഴിയുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞൊരു വോൾട്ടേജിലേക്ക് പോകും. പിന്നെ കറണ്ട് ആയിരിക്കും പിന്നെ ശരിക്കും കൂടുക. അതാണ് നമുക്ക് കിട്ടാനുള്ളത്. ഫോർവേഡ് ബയാസും ഇത് റിവേഴ്സ് ബയാസ് എന്ന് പറയുന്നില്ല. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി. ഇതാണ് ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ടാബുലർ കോളാണ്. കാരണം ആദ്യം അപ്ലൈഡ് വോൾട്ടേജ് വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന വോൾട്ടേജ് പവർ സപ്ലൈയിൽ ഈ വോൾട്ടേജ് അക്രോസ് ഡയാക്ക് ഇത് നമുക്ക് കിട്ടുന്നത് മൾട്ടിമീറ്ററാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമുക്ക് കിട്ടുന്നത് വോൾട്ട് മീറ്ററിലുള്ളതാണ്. ഇതും കറണ്ട് അമ്മീറ്ററാണ്. ഇത് അമ്മീറ്ററിൻ്റെ റീഡിങ്, ഇത് വോൾട്ട്. ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യാര വരയ്ക്കാനുള്ളത്. ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് മില്ലി ആംമീറ്ററായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും ഡയാക്കിൻ്റെ അപ്പുറത്തുനിന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ കയറിയിട്ടാണ്, റെസിസ്റ്ററിൽ കൂടെ കയറി, ഈ പോസിറ്റീവിൽ കൂടെ കയറി, ഇതിൻ്റെ മൾട്ടിമീറ്ററിനകത്ത് കയറി കറണ്ട് മെഷർ ചെയ്തിട്ട് അതിൻ്റെ കണക്ഷനാണ് ഇവിടെ ഡയാക്കിൻ്റെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഡയാക്കിൻ്റെ രണ്ടാമത്തെ ഭാഗം വന്നിട്ട് പവർ സപ്ലൈയിലേക്ക് പോയിട്ടുണ്ട്, നെഗറ്റീവിലേക്ക്. അതാണ് ഡയാക്കിൻ്റെ രണ്ടാമത്തെ ഭാഗം വന്നിട്ട് പവർ സപ്ലൈയിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഡയാക്കിൻ്റെ അപ്പുറത്തുനിന്നും ഒരു വോൾട്ട് മീറ്റർ എടുക്കണം. ഇതാണ് വോൾട്ട് മീറ്റർ. ആ വോൾട്ട് മീറ്ററിൻ്റെ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ റെഡ് എടുത്തിട്ട് ഡയാക്കിൻ്റെ മുകളിൽ നിന്നും, ബ്ലാക്ക് എടുത്തിട്ട് ഡയാക്കിൻ്റെ താഴെ നിന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷൻസ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലാകെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജും കറണ്ടിൻ്റെ റീഡിങ് എടുക്കണം. അപ്പോൾ ഇതിൽ വോൾട്ട് മീറ്ററും അമ്മീറ്ററും വെച്ചിട്ടുണ്ട്. ഇനിയാണ് റീഡിങ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ റീഡിങ് എടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ 1.8 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 2ഉം ഇതും കിട്ടി. അപ്പോൾ അത് നമ്മൾ വോൾട്ടേജ് 0 ആയിട്ട് കണക്ക് കൂട്ടാം. 0 കൊടുത്തിരിക്കും. ഇപ്പോൾ വോൾട്ടേജ് ക്രോസ് ഡയാക്ക് 0 ആയിട്ട് കണക്ക് കൂട്ടാം. കറണ്ട് 0 ആണ്. അതിൽ കാണിക്കുന്നത് 0.01 ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അത് ഈ വോൾട്ട് മീറ്റർ ഇതിനിപ്പുറത്ത് കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ടാണ്. ഈ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്ന കറണ്ടും കൂടിയും, ഡയാക്ക് മാത്രമല്ല വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്ന കറണ്ടും കൂടി അതിൽ കാണിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ശരിക്കും ഈ വോൾട്ട് മീറ്ററിന് ഈ മില്ലി ആംമീറ്ററിൻ്റെ ഇപ്പുറത്തായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഈ വോൾട്ട് മീറ്ററിന് മാത്രം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള റീഡിങ്ങിൻ്റെ പ്രശ്നം ഒഴിവാക്കാം. ഇനിയിപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ 28 വോൾട്ടേജ് ആവാതില്ല, കറണ്ട് നന്നായിട്ട് കൂടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂട്ടുന്നു. 5 വോൾട്ടേജ് ആയി കഴിഞ്ഞപ്പോഴും നമുക്ക് കിട്ടുന്നത് 0.02 അല്ലേ. 5 വോൾട്ടേജ് നമ്മളിപ്പോൾ കൊടുത്തു. അപ്പോൾ ഇതിൽ കിട്ടുന്നതും 5.6, നമുക്ക് കിട്ടിയത് 5.6 ആണ് കിട്ടിയത്. ഇതിൽ കാണിക്കുന്നത് 0.02. ഇനിയിപ്പോൾ നോക്കിക്കോ, ഒരു 10-20
8 വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് 0 തന്നെയാണ്. 10 കൊടുത്താലും 0 തന്നെ. 12, 18, 21 കൊടുത്തപ്പോഴും 0.03 ഉള്ളൂ. 25 കൊടുത്തു കഴിഞ്ഞപ്പോൾ 0.04. അപ്പോൾ ഒരു 27 വോൾട്ടേജ്. ഇവിടെ ഏകദേശം 25 വോൾട്ടേജ് കൊടുക്കുന്നതിൽ 27 വോൾട്ടേജ് കാണിക്കുന്നു. ഇവിടെ നമ്മൾ 25 കൊടുത്തു, ഇവിടെ 27 കിട്ടി. അത് മൾട്ടിമീറ്ററിന് ചെറിയ എററാണ്. അപ്പോൾ ഇതിൽ കിട്ടിയത് 0.04. ഇനി നോക്കിക്കോ, ഇനി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി പെട്ടെന്ന് ആ വോൾട്ടേജ് കുറഞ്ഞു പോകും മൾട്ടിമീറ്ററിൽ. 28, 30, 32, 13, 11. ഓക്കെ, നേരത്തെ കൊടുത്തു കഴിഞ്ഞപ്പോഴും കണ്ടക്റ്റ് ആയില്ലായിരുന്നു. അപ്പോൾ 2 പവർ സപ്ലൈന് സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തു. 2 പവർ സപ്ലൈ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് 30 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 60 വോൾട്ടേജ് വരെ ചെയ്യിക്കാം. അതിനുവേണ്ടി അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ചെയ്യാം. ഇപ്പോൾ ഇതിൽ നേരത്തെ കൊടുത്തത് 28 വരെ കൊടുത്തു നോക്കിയിട്ടും കണ്ടക്ട് ചെയ്തില്ലായിരുന്നു. കറണ്ട് 0 തന്നെയായിരുന്നു. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടി വയ്ക്കാം. ഇവിടെ ഒരു 5 വോൾട്ടേജ് കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 6 വോൾട്ടേജ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 5 വോൾട്ടേജ് കൊടുത്ത് വയ്ക്കും. ഓക്കെ, ഇപ്പോൾ 22 വോൾട്ടേജ് ആയിരിക്കുകയാണ്. 22 വോൾട്ടേജ് ആയപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്തില്ല. 25 കൊടുത്തു കഴിഞ്ഞപ്പോഴും എന്തായിട്ടില്ല. 25 കൊടുത്തു കഴിഞ്ഞപ്പോഴും കണ്ടക്ട് ആയിട്ടില്ല. ഇനി വീണ്ടും കൂട്ടി 27 ആയപ്പോഴും കണ്ടക്ട് ചെയ്തില്ല. 28 ആയപ്പോഴായിട്ടില്ല. 29 ആയപ്പോഴായിട്ടില്ല. 30 ആയപ്പോഴായിട്ടില്ല. 31, 32, 33, 34, 35 കണ്ട. 35 ആയി കഴിഞ്ഞപ്പോൾ കണ്ടക്ട് ആയി. 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്റ്റ് ആയി. അപ്പോൾ അതിൽ കിട്ടുന്ന വാല്യൂ 35 വരെ. ഇതിൽ നമുക്ക് കിട്ടുന്നത് 35 വോൾട്ടേജ് വരെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അത് നമുക്കിപ്പോൾ ഇവിടെ 35 വോൾട്ടേജ് വരെ കണ്ടക്റ്റ് ആയില്ല. ഇവിടെ 0.04 കിട്ടിയത്. 35 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ പോയത് 22.9 വോൾട്ടേജിലാണ് കിട്ടുന്നത്. ഇതിൽ ഇപ്പോൾ ഏകദേശം 27, 28, 5, 33 അത്രയും വോൾട്ടേജ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ 35 വോൾട്ടേജ്, 32 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ 22.9 കറണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. 12 മില്ലി ആമ്പിയറാണ്. 12.03 മില്ലി ആമ്പിയറുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവിടേക്ക് ഈ പോയിന്റിലേക്ക് എത്തി, 22 വോൾട്ടേജ് എന്നുള്ള പോയിന്റിലേക്ക് കിട്ടി. അതിൻ്റെ റീഡിങ് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ വോൾട്ടേജ് കുറച്ച് നോക്കിയാൽ ഈ കറണ്ട് നമുക്ക് മുകളിൽ വരെയുള്ള പോയിന്റ് കിട്ടിയത്. ഇനി കുറച്ച് നോക്കാം. ഇപ്പോൾ 10 മില്ലി ആമ്പിയർ, ഇനി കുറച്ചാൽ മതി വോൾട്ടേജ് കുറയ്ക്കാം. ഒരു 10 മില്ലി ആമ്പിയറിൻ്റെ കിട്ടി. ഇനി ഒരു 8 മില്ലി ആമ്പിയറിൻ്റെ എടുക്കാം. 8 മില്ലി ആമ്പിയറിൻ്റെ എടുത്തിട്ട് 8 മില്ലി ആമ്പിയറിന് കിട്ടിയത് 23.9. അപ്പോൾ 23.9-നാണ് 8 മില്ലി ആമ്പിയർ കിട്ടിയത്. അതിന് ശേഷം വീണ്ടും കുറയ്ക്കുന്നു. 6 മില്ലി ആമ്പിയർ. 6 മില്ലി ആമ്പിയർ 24.5. അപ്പോൾ 24.5 കൊടുത്ത് കഴിഞ്ഞപ്പോൾ 6 കിട്ടി. 6 മില്ലി ആമ്പിയർ കിട്ടി. ഇനി വീണ്ടും കുറയ്ക്കാം. വീണ്ടും കുറച്ചൊരു പ്രത്യേക പോയിന്റിലെത്തി കഴിയുമ്പോൾ ഓഫാവും. ഒരു 4 മില്ലി ആമ്പിയർ കിട്ടിയത്. ഓക്കെ, 2.72 കിട്ടിയത് 26.3. അടുത്തത് 2.72 മില്ലി ആമ്പിയർ കിട്ടിയത് 26.3 വോൾട്ടേജിലാണ്. 26.3 വോൾട്ടേജിലാണ് 2.73 മില്ലി ആമ്പിയർ കിട്ടിയത്. ഇനി കുറച്ചും കൂടി കുറയ്ക്കുന്നു. ഉണ്ട്, അത് പെട്ടെന്ന് ഓഫായി പോയി. അപ്പോൾ ഏകദേശം ഒരു 2 മില്ലി ആമ്പിയർ എത്തി കഴിയുമ്പോൾ ഓഫായി പോകും. ഇതാണ്. എന്നിട്ട് അതിൻ്റെ റീഡിംഗ് ആണ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് പരമാവധി പെട്ടെന്ന് ഓണായത് 22. എന്നിട്ട് ഈ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ഈ ഇവിടം വരെ 32 വോൾട്ടേജാണ് നമുക്ക് മാക്സിമം, 35 വോൾട്ടേജ് കൊടുത്തപ്പോഴാണ് നമുക്കിവിടെ കണ്ടക്റ്റ് ആയത്. പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് ഏറ്റവും കുറഞ്ഞ വോൾട്ടേജ് കിട്ടിയത് 22 വരെ കിട്ടിയായിരുന്നു. 24. ഓക്കെ, 22. ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുക. ഇങ്ങനെയായിരിക്കും ഏകദേശം ഗ്രാഫ് വരാം.
അപ്പോൾ 22 ഏകദേശം ഇവിടെ കിട്ടി, 24 ഏകദേശം നമുക്കിങ്ങനെ ചെരിവ് ഇങ്ങനെ കിട്ടി. ഇവിടെ 2 മില്ലി ആംപിയർ ഏകദേശം നമുക്ക് ഇവിടെ ഓഫായിപ്പോയി, 2 മില്ലി ആംപിയറിൽ ഓഫായിപ്പോയി, 10 മില്ലി ആംപിയർ വരെ വന്നു. ഇപ്പോൾ ഗ്രാഫ് ഏകദേശം ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുക ഗ്രാഫ്. ഇത് നോക്കണ്ട, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഏകദേശം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും. ഈ റീഡിങ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ ഗ്രാഫ് കിട്ടും. ഇപ്പോൾ ഇവിടെ 10 മില്ലി ആംപിയർ ആയിട്ട് ടോപ്പ് എടുക്കുക, 2 മില്ലി ആംപിയറിൽ ഓഫ് ആവും. റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ, ഈ രണ്ട് എൻഡ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ മതി.